ദേശാഭിമാനി നോക്കിയപ്പോഴാണ് ദേശാഭിമാനി പത്രത്തിന്റെ ഒന്നാം പേജിൽ വാർത്തയുണ്ട്. കാരണം സർക്കാരിന് അനുകൂലമായ വാർത്തയായതുകൊണ്ട് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ശബരിമല സ്വർണ്ണ കവർച്ച, സർക്കാർ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നു, ജി സുകുമാരൻ നായർ എന്നാണ്. ദുഷ്പ്രചാരണം, രാഷ്ട്രീയ മുതലെടുപ്പിന് മന്നത്ത് പത്മനാഭന്റെ ജന്മദിനം പൊതു അവധിയാക്കിയ സർക്കാരിനെ അഭിനന്ദിക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട് ജി സുകുമാരൻ നായർ. ഒന്നാം പേജിൽ വാർത്തയായി നൽകിയിട്ടുണ്ട് ദേശാഭിമാനി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ NSSന് വ്യക്തമായ നിലപാടുണ്ടെന്നും അക്കാര്യത്തിൽ രാഷ്ട്രീയ താൽപര്യം വെച്ച് നടത്തുന്ന ദുഷ്പ്രചാരണം തെറ്റാണെന്നും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. കുറ്റവാളികൾ ആരു തന്നെയായാലും അവരെ കണ്ടുപിടിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങളും കോടതിയുമുണ്ട്. അവർ കൃത്യമായി തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്. അതിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടായാൽ മാത്രം ഇടപെട്ടാൽ മതി. ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് NSSനെ കരുവാക്കാമെന്ന് ആരും കരുതേണ്ട. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ കോടതി വിധിയെ തുടർന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ NSS എതിർത്തു. കേന്ദ്രത്തിന് നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നം പരിഹരിക്കാമായിരുന്നു, അത് ചെയ്തില്ല. ശബരിമല ക്ഷേത്രത്തിൻ്റെ വികസനത്തിനായി സർക്കാർ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം വിളിച്ചപ്പോൾ അതിൽ പങ്കെടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം NSSന് ഉണ്ടായി. NSSന് രാഷ്ട്രീയമില്ല, അതിലുള്ള അംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയവും സ്വീകരിക്കാമെന്ന് സമദൂര നിലപാടാണുള്ളത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. സ്വാഭാവികമായും വലിയ വാർത്തയാണ്. കാരണം ശബരിമല വിഷയത്തിൽ, ശബരിമല സ്വർണ്ണ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ NSSന് തൃപ്തിയുണ്ട്, സർക്കാർ നിലപാടിനോട് യോജിക്കുന്നു. വലിയ ഒന്നാം വാർത്തയായി വരേണ്ടതാണ്. പക്ഷേ ഞാൻ മാതൃഭൂമി നോക്കിയപ്പോൾ ഒന്നാം പേജിൽ മന്നം ജയന്തി ആഘോഷത്തിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിലൊരു വാർത്തയുണ്ട്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ശബരിമല രാഷ്ട്രീയ വിഷയമല്ല എന്നാണ്. ആ വാർത്തയിൽ പറയുന്നു, ശബരിമല വിഷയം രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർക്കേണ്ടതില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇക്കാര്യത്തിൽ NSSനെ കരുവാക്കാമെന്ന് ആരും കരുതുകയും വേണ്ട. ആരുടെയും ഭീഷണിക്ക് മുമ്പിൽ സംഘടന തലകുനിക്കില്ല. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിച്ച് ഭക്തർക്ക് ദർശനം നടത്താനുള്ള സാഹചര്യം സംസ്ഥാന സർക്കാർ ഒരുക്കി. സർക്കാരിൻ്റെ ഈ നിലപാട് മാറ്റത്തെ അനുകൂലിച്ചാണ് ആഗോള തലത്തിലുള്ള അയ്യപ്പ വിശ്വാസികളെ പങ്കെടുപ്പിച്ച് അയ്യപ്പ സംഗമം വിളിച്ചപ്പോൾ NSS പ്രതിനിധി പങ്കെടുത്തത്. ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് NSS സർക്കാരിനെ അനുകൂലിച്ചത്. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് വേണമെങ്കിൽ ഈ പ്രശ്നം നേരത്തെ പരിഹരിക്കാമായിരുന്നു. അവർ ഒരു പരിശ്രമം പോലും നടത്തിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. BJPയെ പരസ്യമായി കുറ്റപ്പെടുത്തുകയാണ്. അതും മന്നം ജയന്തി നാളിൽ ഒരു വാർത്തയും ഒരു തലക്കെട്ടും വന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിനുശേഷം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട് ഒരു വാർത്ത പോലും ആയില്ലല്ലോ മാതൃഭൂമിയിൽ എന്ന്. അങ്ങനെ മാതൃഭൂമിയുടെ അവസാന പേജിലേക്ക്, 10ാം പേജിലേക്ക് എത്തിയപ്പോൾ വേറൊരു വാർത്ത കൂടിയുണ്ട് NSSന്റെ മന്നം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട്. അതിന് തലക്കെട്ട് ഇങ്ങനെയാണ്: സ്വർണ്ണ കവർച്ച, NSS വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. അതിനുശേഷം വാർത്തയിൽ പറയുന്നു, ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കവർച്ച സംബന്ധിച്ച് NSS വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. കുറ്റവാളികൾ ആരായാലും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് സർക്കാർ സംവിധാനങ്ങളും കോടതിയും ഉണ്ട്. അവർ അവരുടെ കടമ നിറവേറ്റുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ മാത്രം മറ്റുള്ളവർ ഇടപെട്ടാൽ മതി എന്ന നിലപാടാണ് NSSനുള്ളത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ താൽപര്യം വെച്ചുകൊണ്ട് നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾ തെറ്റാണെന്നും NSSന്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ UDF നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണം തെറ്റാണ്. സർക്കാരും കോടതിയും ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത്. സർക്കാരിൻ്റെ കടമ നിർവഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു തലക്കെട്ട് പോലുമായില്ല മാതൃഭൂമിക്ക്. ഒന്നാം പേജിൽ വാർത്തയായില്ല മാതൃഭൂമിക്ക്. അവസാന പേജിലുമെങ്കിലും ഒരു തലക്കെട്ട് കൊടുക്കാമായിരുന്നു, അതുമായില്ല. ആ തലക്കെട്ടിന് താഴെയുള്ള വാർത്തയിൽ 2 വരി പറഞ്ഞു പോകുന്നു മാതൃഭൂമി. ഇനി നമുക്ക് മലയാള മനോരമ പതിവ് പോലെ ഒന്നാം പേജിൽ പരസ്യമുണ്ട് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം ഒന്നാം പേജിൽ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: സ്വർണ്ണക്കൊള്ള, കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് ജി സുകുമാരൻ നായർ. ഇതാണ് തലക്കെട്ട്. സ്വർണ്ണക്കൊള്ള, കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് ജി സുകുമാരൻ നായർ. സാധാരണ ഒരു തലക്കെട്ടാണ്, എല്ലാവരും പറയുന്നത് തന്നെയാണ് ജി സുകുമാരൻ നായരും പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം
അതിനപ്പുറത്ത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനോരമയ്ക്കും തലക്കെട്ടായില്ല. മന്നൻ ജയന്തി സമ്മേളനം ഇന്ന് പെരുന്നയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത്. ആ വാർത്തയിൽ ഇങ്ങനെ പറയുന്നു: ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റവാളികൾ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. അവരെ കണ്ടുപിടിക്കുന്നതിന് സർക്കാരും കോടതിയും കൃത്യമായി ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞ വാക്കുകളാണ്. സർക്കാരും കോടതിയും കൃത്യമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട് എന്ന്. പക്ഷേ തലക്കെട്ടായില്ല. തലക്കെട്ട് മറ്റൊന്നാണ്. കാരണം അന്വേഷണത്തെ സംബന്ധിച്ച് വിവിധ നിലപാടുകളുണ്ട്, വിവിധ തരത്തിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പ്രതിപക്ഷം അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് NSS, കേരളത്തിലെ പ്രധാനപ്പെട്ട സാമുദായിക സംഘടന, പറയുന്നത് സർക്കാർ അവരുടെ കർത്തവ്യം കൃത്യമായി നിറവേറ്റുന്നുണ്ട് എന്ന്. ഒരു വാർത്തയാകുന്നില്ല, ഒരു തലക്കെട്ടാകുന്നില്ല. മലയാള മനോരമയ്ക്കില്ല, മാതൃഭൂമിക്കില്ല, കേരള കൗമുദിക്കില്ല, മാധ്യമം പത്രം പക്ഷേ കണ്ടിട്ടില്ല. എന്താണ് വാർത്ത എന്ന് അറിയില്ല. ഇതാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം. ഒരു വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് സർക്കാരിന് അനുകൂലമായ ഒരു വാക്ക്, ഒരു വാചകം പോലും തലക്കെട്ടായി വരരുത്. അകത്ത് കൊടുക്കാതിരിക്കാനും കഴിയില്ല. ചിലപ്പോൾ NSS നേതാക്കൾ തന്നെ ചോദിച്ചാലോ, അതല്ലെങ്കിൽ ഈ NSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുണ്ടാകുമല്ലോ, അവർ വാർത്ത വായിക്കുമ്പോൾ എന്താണ് ഈ കാര്യം കൊടുക്കാതിരുന്നത് എന്ന് അവർ ചിന്തിച്ച് അവർ മനോരമയുടെയും മാതൃഭൂമിയുടെയും ഏജന്റുമാരോട് ചോദിക്കുമല്ലോ എന്ന് കരുതി വാർത്തയുടെ അകത്ത് കൊടുക്കുന്നു എന്ന് മാത്രം. അതിനുശേഷം പറയുകയാണ്: അവരെ കണ്ടുപിടിക്കുന്നതിന് സർക്കാരും കോടതിയും കൃത്യമായി ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്. പാളിച്ച സംഭവിച്ചാൽ മാത്രം മറ്റുള്ളവർ ഇടപെട്ടാൽ മതി എന്ന നിലപാടാണ് NSSനെന്നും രാഷ്ട്രീയ താല്പര്യം വെച്ചുള്ള ദുഷ്പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ താല്പര്യം വെച്ചുള്ള ദുഷ്പ്രചാരണം ആരാണ് നടത്തുന്നത്? UDF ആണ്. ആ പ്രചാരണം തെറ്റാണ് എന്ന് UDFന് എതിരെ രംഗത്ത് വരുന്നു NSS ജി സുകുമാരൻ നായർ. പക്ഷേ ആ രൂപത്തിൽ ചർച്ചയില്ല, വാർത്തയില്ല, എല്ലാം ഒളിപ്പിച്ചു വെക്കുന്ന മാന്ത്രിക രീതി. അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തുടരുന്നത്. ഒരു ഉദാഹരണം, എത്രയോ ഉദാഹരണം ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ NSSന്റെ വാർത്ത ഇങ്ങനെ വളച്ചൊടിക്കുകയും അത് പ്രാധാന്യം ഇല്ലാതെ കൊടുക്കുകയും അകത്തളത്തിൽ ഒതുക്കുകയും ഒക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടാണ്. അതും നാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിഷം വമിക്കുകയാണ് ഈ മാധ്യമങ്ങളിൽ നിന്ന് എന്ന് പറയേണ്ടി വരും. ഈ മാധ്യമങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. വാർത്ത മുക്കുക എന്നതാണ്.